ആദ്യ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയുമായി എത്തുന്നവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുണ്ട്. ആ പരാതിയുടെ ആ സമയത്ത് രാഹുലിനെ പിന്നെ കാണാനില്ല. രാഹുലിനെ പിന്നെ കാണുന്ന എപ്പോഴാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആന്റിസിപ്പേറ്ററി കിട്ടിയതിനു ശേഷം വോട്ട് ചെയ്യാൻ വരുന്ന രാഹുലിനെയാണ്. ഒളിവിൽ പോയത് ശരിയായി എന്ന് തോന്നുന്നു. പിന്നെ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്ന ആളുകളിൽ ഒരാളാണ്. എന്നേക്കാൾ കൂടുതൽ ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ജയിൽ എനിക്ക് എന്നെ ഭയപ്പെടുത്തുന്നു, എന്നെ ഭീതിപ്പെടുത്തുന്നിട്ടുള്ളൊരു കാര്യമല്ല. ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഉല്ലാസ് കുമാർ പേടിക്കില്ല. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ പോകില്ല എന്ന് ഞാൻ തീർപ്പ് കൽപ്പിച്ചിരുന്നു. കാരണം ഞാൻ ജയിലിൽ പോകേണ്ട കുറ്റം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട്. അല്ല, ഞാൻ അത് കോടതികൾ ഇപ്പോൾ തീരുമാനിക്കുന്നുണ്ടല്ലോ. ഞാൻ നിയമപരമായിട്ട് ഒളിച്ചോടിയിട്ടില്ല. ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഈ നിയമ സംവിധാനത്തെ ഒന്നും വിശ്വസിക്കാതെ പോകുന്നതിനെയാണ് നമ്മൾ ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ചെയ്തത് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തോട് നല്ല വിശ്വാസമുള്ളൊരു പൗരൻ എന്ന നിലയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യുകയാണ്. അതൊരു പൗരൻ എന്ന നിലയിൽ എൻ്റെ അവകാശമാണ്. എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ കഥകൾ പറയുകയാണ്. അയാളോട് മിസ്ബിഹേവ് ചെയ്തു, ഇയാളോട് മിസ്ബിഹേവ് ചെയ്തു, അയാളോട് അങ്ങനെ മെസ്സേജ് അയച്ചു, ഇയാളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു. നമുക്ക് പേരുകളിലേക്ക് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആരുടെ കാര്യം വേണമെങ്കിലും ചോദിച്ചു. ഞാൻ അവരുടെ ചാറ്റ് എടുത്തിട്ട് ഹാഷ്മിക്ക് അങ്ങ് തരാം. എൻ്റെ ഫോൺ തന്നെ തന്നേക്കാം. ഹാഷ്മി എടുത്ത് നോക്കിയിട്ട് ഈ ഹാഷ്മിയോട് പറഞ്ഞിട്ടുള്ള ഏത് കഥയിൽ ആരും അവരറിഞ്ഞിട്ടല്ല പറയുന്നത്, പറഞ്ഞിട്ടുള്ള ആരുടെയും കൺവെർസേഷൻസ് പരിശോധിക്കാം. അങ്ങനെ പറയരുത്, പാവം കിട്ടും. ഒരു വൺ സൈഡഡ് കൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു. ഒരു ദിവസം ഒരു യുവനടി, ഞാനങ്ങനെ അവർ ചെയ്തതുപോലെ പേരൊന്നും പറയാതെ പോകുന്നില്ല, റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് ഒരു മാധ്യമത്തിൽ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിലാണ് എനിക്കെതിരെ ആദ്യമായിട്ട് ഒരാക്ഷേപം ഉന്നയിക്കുന്നത്. ഉറക്കം വരുന്നു. ഞാൻ അവരെ പരിചയപ്പെട്ടതിന് 24 മണിക്കൂറിന് ശേഷം മിസ്ബിഹേവ് ചെയ്തു എന്നാണ് അവരുടെ പരാതി. തുടക്കത്തിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഈ രീതിയിൽ താല്പര്യമില്ല. സുഹൃത്തെന്നുള്ള നിലയിൽ കുഴപ്പമില്ല, അല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളോട് താല്പര്യമില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നമുക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ല. അത്തരത്തില് മോശമായിട്ടുള്ള സന്ദേശങ്ങളാണ് അയച്ചിട്ടുള്ളത്. അതിന് താല്പര്യമില്ല എന്ന് നിരന്തരം പറഞ്ഞതിന് ശേഷവും അത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് റിനിയോട് ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പം ഞാൻ പരിചയപ്പെട്ട് 24 മണിക്കൂറിന് ഉള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു? അതുകൂടി ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ. എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ്. ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം. ഞാൻ വെറുതെ പറയുകയല്ല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഈ റിനി പരാതി പറയുന്നതിന് തൊട്ടു മുമ്പ് മെയ് മാസം 28-ാം തീയതി ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്നും തുരുതുര എനിക്ക് കോൾ വരികയാണ്. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പം ഞാൻ ഫോൺ എടുക്കുന്നു. എന്താ അപ്പോൾ തുരുതുര ഒരാൾ വിളിക്കണം. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കാം, അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ. അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു. അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള, ഇത്തരത്തിലൊരു മോശം അനുഭവമുള്ള ആൾ ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു 3-4 വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി മറ്റാണ് പറയുന്നത്. ആ ഓഗസ്റ്റിന് തൊട്ട് മുമ്പുള്ള മെയ് 28-നാണ് ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത്. എവിടെ പോണു? വെള്ളം കുടിക്കണം. അതിനു മുൻപ് ഇവർ തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട്, തൃശ്ശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷനുള്ളതെന്ന് അവരെന്നോട് പറഞ്ഞത്. എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാൾ. അതിനു മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന, അപ്പം നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ ഒരു ദിവസം അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു. അപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാൾ. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു, അവരെന്നെ കണ്ടിട്ടുമില്ല. 2 ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. എന്താണ്
ഈ പറയുന്നത് എന്നുള്ളൊരു അതൊരു പക്ഷേ രാഹുൽ റിനിയുമായുള്ള സൗഹൃദം റിനിയുമായി മാത്രമാണെന്ന് കരുതിയിട്ടാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പം സൗഹൃദം റിനിയുമായിട്ട് മാത്രമാണെന്ന് കരുതാനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ, ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണല്ലോ ഉള്ളത്. സൗഹൃദത്തിന്റെ പേരിൽ അങ്ങനെ ഒരു പൊസഷന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കും കേട്ടോ. മാത്രമല്ല അങ്ങനെ സൗഹൃദത്തിന്റെ തെറ്റും ശരിയൊന്നും അല്ലല്ലോ റിനി പറഞ്ഞത്. റിനി ആരോപണമായിട്ട് ഉന്നയിച്ചത് എന്താ? 24 മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കൺവെർസേഷൻ പുറത്തേക്ക് വിടട്ടെ. റിനിയുടെ മറുപടി എന്തായിരുന്നു എന്നും പുറത്തേക്ക് വിടട്ടെ. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, റിനി എന്ത് പറഞ്ഞു എന്നുള്ള സാധനം പുറത്തേക്ക് വിളിച്ചിട്ടുണ്ടോ? ഞാൻ ആ കൺവെർസേഷൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, റിനി അനുവദിച്ചാൽ ആ കൺവെർസേഷൻ മൊത്തം ഫുൾ കൺവെർസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം. 1 2 അല്ലല്ല, അതെങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആകുന്നത്? ശ്രീ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഇതാ, എന്നെപ്പറ്റി എന്തും പറയാം. എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക എന്താ രാഹുലും മിണ്ടാത്തേ, എന്നാൽ ഞാൻ പറയാം ഞാൻ തെളിവുകൾ തരാമെന്ന് പറയുമ്പോൾ ഉടനെ അത് ബ്ലാക്ക് മെയിൽ ആകുന്നത്. പിന്നെ അല്ല ഞാൻ ശ്രീ ഹാഷ്മി അങ്ങനെ ഞാൻ ചോദിക്കുന്ന ഹാഷ്മി, പിന്നെ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്നാണ് ശ്രീ ഹാഷ്മി ആഗ്രഹിക്കുന്നത്? ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ? കോടതി പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസ്യമല്ല, കോടതികൾ തീരുമാനമെടുക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ല, ഞാൻ മറുപടി പറയാത്തത് എന്തെന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ മറുപടി പറയുമ്പോൾ അത് ബ്ലാക്ക് മെയിൽ ആകുന്നത് എങ്ങനെ? ഞാൻ റിയൽ കൺവെർസേഷൻ പറയണ്ടേ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, കോടതിയിൽ പിന്നെ ഒരു അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് ഞാനാണ്. അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് എനിക്കെതിരായിട്ട് എന്തെങ്കിലും വരുമെന്ന് പേടിച്ചിട്ടാണോ? എനിക്കെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യം വരുന്നത് മാധ്യമങ്ങളിലല്ലേ, പിന്നല്ലേ കോടതിയിലേക്ക് വരുന്നുള്ളൂ. ഇതൊക്കെ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മാധ്യമങ്ങൾ വന്നതിൻ്റെ അത്രയും പോലും കോടതിയിലേക്ക് വന്നിട്ടുമില്ലല്ലോ. അപ്പോൾ എനിക്കതല്ലല്ലോ പേടി. ഞാൻ ആരെയാണ് കരുതിയത്? ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരെ തന്നെയാണ്. ഇപ്പോഴും എൻ്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് ശ്രീ ഹാഷ്മി, ഒരു തെറ്റിദ്ധാരണയും വേണ്ട. എന്തിനു വേണ്ടിയാണ് ഊതിപ്പെരുപ്പിച്ച് ഇങ്ങനൊരു കേസ് ഫ്രെയിം ചെയ്യുന്നത്? എന്നെ ഈ പരാതി പറഞ്ഞ ആളുകളിൽ ഏറ്റവും ഞെട്ടിച്ച ആളുകളിൽ ഒരാൾ ഷഹനാസാണ്. ഷഹനാസ് എൻ്റെ ഇവരെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരാളാണ്. എന്നെ പീഡിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് നേരെ അയച്ച മെസ്സേജോ ഒന്നും ഞാനൊരു മുഖവിലയ്ക്ക് എടുക്കുന്നതേ ഇല്ല. കാരണം അതിനെ ആ രീതിയിൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകളെ തേടി പിടിച്ചുകൊണ്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു കയറി അത്രയും വേണോ? സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്ത് പീഡിപ്പിച്ചു വിട്ട ഒരു പീഡകനെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ തറയിൽ കിടക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണുള്ളത്. എന്താ പറയുക, ഏറ്റവും സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു രാത്രി ഇന്നായിരിക്കുമെന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഷഹനാസ് പറയുന്നത് കർഷക സമരത്തിൻ്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു, ഡൽഹിയിലേക്ക് ക്ഷണിച്ചു. ഷഹനാസ് ചുട്ട മറുപടിയും പറഞ്ഞു എന്നാണ് ഷഹനാസിൻ്റെ ആരോപണം. ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറം ലോകത്തേക്ക് വിടട്ടെ. അപ്പൊ ഞാൻ വിടുമ്പോഴല്ലേ ഉള്ളൂ ഇപ്പൊ അങ്ങ് അടക്കമുള്ള ആളുകൾ വെല്ലുവിളിയാണെന്ന് പറയുന്നത്. എന്നാ താങ്കൾ എടുത്ത് പരിശോധിക്കൂ, ഞാൻ തയ്യാറാണെന്നേ. അതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ക്ലാരിറ്റി വരുത്തണ്ടേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇപ്പൊ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയുന്ന റിസർവേഷൻസ് ഉണ്ട്. കേസില്ലാതെ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ഇതിനപ്പുറം ഞാൻ എങ്ങനെയാ പറയണ്ടേ? ഇപ്പൊ ഞാൻ ചാറ്റ് പുറത്തു വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും ഞാൻ ഭീഷണിപ്പെടുത്തുന്നതാണ്. വേണ്ട, ഷഹനാസ് തന്നെ കാണിക്കട്ടെ. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആശംസ നേർന്നിട്ടുള്ള ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് അഭിനന്ദനം പറഞ്ഞ ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടികൾ നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശം തന്ന ഷഹനാസാണ്. ഇവൻ എന്നെ കൊണ്ട് പോകുന്നു തോന്നുന്നു. ഇനി എനിക്കറിയുന്ന ഷഹനാസ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ജൂലൈ മാസം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലില്ല, ജൂലൈ മാസം ഇങ്ങോട്ട് നീ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നീ മത്സരിക്കണം എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? ഷഹനാസ് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. അത് തന്നെയാണ് പറയുന്നത്. ഞാൻ അവരെ പറ്റി ഒരു റോങ് ഇന്റൻഷൻ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയുന്ന മൊത്തം എന്താ കേൾക്കാത്തെ? ഷഹനാസ് എന്നെ ദുബായിലേക്ക് വിളിക്കുന്നത് മാക്ബത്ത് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഷഹനാസിന് കൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ബുക്ക് പബ്ലിഷിങ്ങിലാണ്. എൻ്റെ ചോദ്യം,
2020 മറ്റോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് സംഭവം അവർ പറയുന്നത്. ആ ആളെ 2024 എന്തിനാ മാക്ബത്ത് പബ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പറയട്ടെ, ഈ വിഷയങ്ങളുണ്ടായതിനു ശേഷം ഷഹനാസ് എന്നോട് നീ കേസ് കൊടുക്കണം, ഡിഫേമേഷന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞാളാ. എപ്പോഴാണ്? ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം. ഈ ആദ്യ ആരോപണങ്ങളും വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തു വന്നതിന് ശേഷം എന്നോട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ്. തെളിവുണ്ടോ? തെളിവുണ്ട്. എല്ലാം കയ്യിൽ നിന്ന് പോവാ. ഇനി പരാതി വരില്ലെന്ന് ഉറപ്പുണ്ടോ രാഹുൽ? ശ്രീ ഹാഷ്മി, ഞാനൊരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ, ഞാൻ ആരെങ്കിലും അനുവാദമില്ലാതെ ഒന്ന് തൊട്ടതിൻ്റെ പേരിൽ സത്യസന്ധമായ ഒരു പരാതിയും എൻ്റെ ജീവിതത്തിൽ ഒരാളും പറയില്ല. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.